നമ്മൾ ഉറപ്പായിട്ടും ഒരു ഫെയിലിയർ വന്നല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിലൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഞാൻ ടീമിന് പുറത്ത് പോയപ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടായിരുന്നു, കുറേ സങ്കടം ഉണ്ടായിരുന്നു, കുറേ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 7 ദിവസം കിട്ടിയായിരുന്നു ടീമിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു 7 ദിവസത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ വർക്ക് ചെയ്യുമല്ലോ, നമ്മൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകും, മെൻ്റലി വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു എന്താണ് ഞാൻ ന്യൂസിലൻഡ് സീരീസ് മോശമായിട്ട് ചെയ്തത്, അപ്പോൾ അടുത്ത അവസരം കിട്ടുകയാണെങ്കിൽ ഇനി എന്താണ് ബെറ്ററായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു റീബിൽഡിങ് ഫേസ് എനിക്കൊരു 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എനിക്ക് സക്സസിനെ കാട്ടി കൂടുതൽ കിട്ടിയിട്ടുള്ള ഫെയിലിയേഴ്സാണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സിന് പെട്ടെന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു പാഠം ദൈവം സഹായിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഓക്കെ ഇനി സക്സസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി കൂടുതൽ വലിച്ചടിക്കേണ്ട ആവശ്യമില്ല, ബോൾ നോക്കി ടൈം ചെയ്യാനും പറ്റുമെന്നുള്ളൊരു ടാലൻറ്റ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ ന്യൂസിലൻഡ് സീരീസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോൺ ഓഫായി. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയ ഓഫ് ചെയ്ത് എന്നെ ആർക്കും റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു സോണിൽ ഞാൻ എത്തി. അപ്പോൾ ഞാനാകെ എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും നന്ദി പറയാനുള്ള വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് അപ്പോൾ പെട്ടെന്ന് തോന്നി നമുക്ക് കുറേ സംഭവങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 31 വയസ്സായി, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പുറത്ത് എങ്ങനെ വരണമെന്ന് ഏറ്റവും ബെസ്റ്റ് ആൻസർ തരാൻ പറ്റിയ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് ഇനി ബെറ്ററായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഐ ട്രസ്റ്റഡ് മൈ ഓൺ സെൽഫ് എന്ന് പറയാം. അപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയൊരു വിശ്വാസം എനിക്ക് നൽകിയത്.